എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഫുൾ മാർക്കറ്റ് ഉണ്ടെന്ന് ലേറ്റായിട്ടാണല്ലോ അറിഞ്ഞത്, അതുകൊണ്ട് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഷെയർ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഷെയറുകളാണ് സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. അതിൽ കുറച്ച് ഷെയർ നമുക്ക് നല്ല രീതിയിൽ ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് 4-5 ഷെയർ കാണിച്ചിട്ട് ചൊവ്വാഴ്ച നമുക്ക് ഏതൊക്കെ ഷെയറാണ് ചാൻസ് ഉള്ളതെന്ന് നോക്കാം. ഈ എടുത്തതിനകത്ത് ജിക്ര എന്ന് പറയുന്ന ഷെയർ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഇത് ഓപ്പണിങ്ങിൽ നല്ല രീതിയിൽ ഹൈയിൽ പോയി. അതിനുശേഷം R1 മുകളിലും പോയിട്ട് R1 താഴെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എൻട്രി ചെയ്യുക. R1 താഴെ 377-78 റേഞ്ചിൽ എൻട്രി എടുത്താൽ 371, ലാസ്റ്റ് ആയപ്പോൾ അത് 363 റേഞ്ചിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല വലിയ കുഴപ്പമില്ലാത്ത നല്ല രീതി പ്രോഫിറ്റ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ ഗണേഷ് ഹൗസിംഗ് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങി. നമ്മളപ്പോൾ ഈ റേഞ്ചിൽ എൻട്രി എടുക്കുക. 610-11 റേഞ്ച് എൻട്രി എടുത്താൽ നമുക്ക് 580, 30 രൂപ താഴെ പോയി. അതിനുശേഷം തിരിച്ചു വന്ന് പെട്ടെന്ന് ഹൈ അടിക്കുക, ജമ്പ് ചെയ്താണ് കയറുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക, എവിടെ വരെ മുകളിൽ പോയോന്ന് അത്രയും കയറിയിട്ട് വരട്ടെ എന്ന് വെക്കണം. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് രണ്ടാം ചാൻസ് വീണ്ടും തരുന്നത് ഇവിടെയാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് 671 റേഞ്ച് ചെയ്യുന്ന 645 റേഞ്ചിലോട്ടൊക്കെ വരുന്നുണ്ട്. ഏകദേശം 30 രൂപയ്ക്ക് അടുത്ത് ഇവിടെ പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ അവിടുത്തെ R2 തന്നെ ഇങ്ങനെ ട്രേഡ് എടുത്ത് നിൽക്കുമായിരുന്നു. അതിനുശേഷം നമുക്ക് തന്ന ഹഡ്കോ എന്ന് പറഞ്ഞ ഷെയർ ഓപ്പണിങ്ങിൽ നേരെ പോയി R2 അടിച്ചു. R2 178.07. അപ്പോൾ അതിൻ്റെ മുകളിൽ പോയി ട്രേഡ് എടുത്ത് തിരിച്ചിറങ്ങുന്ന സമയം നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ 177 റേഞ്ചിലൊക്കെ എടുത്തായിരുന്നെങ്കിൽ നമുക്ക് 166-90, 166-75 ഏകദേശം 10 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് എലക്ട്രോൺ എന്ന് പറയുന്ന ഷെയർ, എലക്ട്രോണും പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി പിന്നെ തിരിച്ചറിഞ്ഞ് നമ്മളിവിടെ എൻട്രി എടുത്താൽ 1090 താഴെ എൻട്രി എടുത്താൽ നമുക്ക് 1080, 1063 ആ റേഞ്ചിലോട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം SPL പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങുന്നത് നമ്മളിവിടെ എൻട്രി 117 റേഞ്ച് എൻട്രി എടുത്താൽ 113, 4 രൂപ. വീണ്ടും അതിന് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോകുന്നു, തിരിച്ച് വീണ്ടും ഇറങ്ങുന്നു, അങ്ങനെ നിൽക്കും. അപ്പോൾ ഇതിനകത്ത് 2-3 പ്രാവശ്യം ചെറിയ ചാൻസുകൾ തരുന്നുണ്ട്. പിന്നെ നമുക്ക് MSTC, പിന്നെ ഉഷ മാർട്ടിൻ അങ്ങനെയൊക്കെ പറയുന്ന ഷെയറിനകത്തൊക്കെ നമുക്ക് ചാൻസുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഹെവി മൂവ്മെൻ്റ് ആവശ്യമല്ല ഷെയറിനകത്തൊക്കെ. അപ്പം നമ്മൾ സൂക്ഷിച്ച് ചെയ്യുന്നവർക്ക് അതിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ ഈ ഇന്നത്തെ ദിവസത്തെ ട്രേഡിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ. നാളെ നമുക്ക് ചാൻസുള്ള ഷെയർ നമുക്ക് നോക്കാം. ഇത്രയും ഷെയറുകളാണ്, 20 ഷെയറുകൾ എടുത്തിട്ടുണ്ട്. അതിൽ ഈ 2 ഷെയർ ഈ ആവറേജിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. അതുപോലെ തിത്താഗ്രായും എനിക്ക് തോന്നുന്ന ചിലപ്പോൾ അത് ഒരു 1200 റേഞ്ചിലൊക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ എൻട്രി എടുക്കാം, അന്നേരത്തെ ഒരു ഹൈ വെച്ചിട്ട്. അതല്ലെങ്കിൽ ഈ ആവറേജ് ട്രേഡ് പ്രൈസിന് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. പിന്നെ ഈ IRFC റെയിൽവേ സംബന്ധമായിട്ടുള്ള ഷെയറുകളൊക്കെ ഈ റെയിൽവേ ബഡ്ജറ്റിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച് കയറി പോവുകയാണ്. അത്
ചിലപ്പം എന്തായാലും ഓൾറെഡി നല്ല രീതിയിൽ കയറിയതുകൊണ്ട് നമുക്ക് ചെറിയ ചാൻസ് കിട്ടുമ്പോൾ എൻട്രി എടുക്കാൻ പറ്റും. ഈ RVNL, റിറ്റ്സ്, പിന്നെ ഇർക്കോൺ എന്ന് പറയുന്ന ഷെയർ, ഇതിനകത്തൊക്കെ നമുക്ക് ചാൻസുകൾ കിട്ടും. ബഡ്ജറ്റ് കഴിയുമ്പോൾ ഇതെല്ലാം താഴെ പോകാനാണ് ചാൻസ് കൂടുതൽ. ഓൾറെഡി നല്ല രീതിയിൽ കയറിയിട്ടുണ്ടല്ലോ. പിന്നെ നമുക്ക് ഒരു MSTC ഒക്കെ ശ്രദ്ധിക്കുക. റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ ഈ സ്വാൻ എനർജി നല്ല ചാൻസ് ആയിരിക്കും മിക്കവാറും. ഈ ഹൈയും ആറും ഏകദേശം അടുത്തടുത്താണ്. അപ്പോൾ അത് രണ്ടും വന്നടിച്ചിട്ട് അതിന് താഴോട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ ചാൻസ് നല്ലതായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ CEAT ലിമിറ്റഡിനകത്തും ഇത്രയും വരുമെന്ന് തോന്നുന്നില്ല. ഏകദേശം 2814 കോഴ്സ്. ചിലപ്പോൾ ഓപ്പണിങ്ങിൽ 2940 റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ ഒന്ന് താഴോട്ടേക്ക് പോരും ഈ ഷെയർ. എന്തായാലും എല്ലാം നോക്കി ചെയ്യുക. ബാക്കിയുള്ള ഷെയറുകളൊക്കെ നമുക്ക് ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുകയോ അതല്ല R1 R2 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുകയോ ചെയ്യുവാണെങ്കിൽ എൻട്രി എടുക്കാം. ഇത്രയേ ഉള്ളൂ ചൊവ്വാഴ്ചത്തേനുള്ള ഷെയറുകൾ. അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.